ഞാൻ നമ്മുടെ വീട്ടിലുണ്ടായ ഏലക്ക പറിച്ചെടുക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നേ. ഷോർട്സ് ആയിട്ടാണ് കേട്ടോ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. മൂത്ത ഏലക്ക കുറച്ചായിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഉണ്ടായിരുന്നത് ഞാൻ പറഞ്ഞു വിൽക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല കേട്ടോ, നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടി. കുറച്ചേ ഉള്ളെങ്കിലും ഇത് ഉണങ്ങി എടുക്കണമല്ലോ. അപ്പോൾ ഇപ്പോൾ മഴ ആയതുകൊണ്ട് പുറത്ത് വെച്ച് ഉണങ്ങാൻ പറ്റും. അതുകൊണ്ട് ഞാനിത് നമ്മുടെ എയർ ഫ്രയറിനകത്തിട്ടാണ് ഉണങ്ങിയെടുക്കുന്നത്. പിന്നെ വീട്ടിൽ വിറകടുപ്പൊക്കെ ഉള്ളവരാണെങ്കിൽ അതിൻ്റെ ചോട്ടിലൊക്കെ ഇട്ട് ഉണങ്ങിയെടുക്കാം. ഇപ്പം എനിക്കിവിടെ വിറകടുപ്പൊന്നും ഇല്ല, അതുകൊണ്ട് ഞാൻ എയർ ഫ്രയറിലിട്ട് എങ്ങനെയാണ് ഉണങ്ങുന്നതെന്ന് ഇപ്പോൾ കാണിച്ചു തരാവേ. പിന്നെ ഇത് പെട്ടെന്ന് തന്നെ ഉണങ്ങിയെടുക്കാൻ പറ്റും കേട്ടോ. ഒരു 10 മിനിറ്റ് മതിയേ എയർ ഫ്രയറിൽ നമുക്ക് ഏലക്ക ഉണങ്ങിയെടുക്കാനായിട്ട്. അപ്പോൾ ഇതാ ഞാൻ പറിച്ച ഏലക്കയൊക്കെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുന്നത് കേട്ടോ. മഴ പെയ്ത കാരണം നല്ല മണ്ണുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ടൊന്ന് കഴുകി ഇനി എയർ ഫ്രയർ ഒന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കാം. ഒരു 200 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റാണ് ഞാൻ വെക്കുന്നത്. ഇത് പ്രീഹീറ്റ് ആയി കഴിയുമ്പോൾ ആഡ് ഫുഡ് എന്ന് കാണിക്കും. അപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മൾ അതായത് പോസ് ചെയ്യുവാണ് കേട്ടോ. പോസ് ചെയ്തിട്ട് ഏലക്കായ എല്ലാം കൂടെ ഇട്ട് കൊടുക്കുവാണ്. ഏലക്കായയിൽ വെള്ളം ഉണ്ടെങ്കിൽ അതൊന്ന് തുടച്ചെടുക്കണം കേട്ടോ. വെള്ളം എല്ലാം തുടച്ചെടുത്തിട്ട് ഏലക്കായ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് നിരത്തി വേണം കേട്ടോ ഇട്ട് കൊടുക്കാൻ. ഇതുപോലെ ഒന്ന് നിരത്തി വേണം ഇട്ട് കൊടുക്കാൻ. ഇനി അത് അടച്ചിട്ട് ഇതിൻ്റെ ടെമ്പറേച്ചർ നമ്മൾ കൂട്ടിയല്ലായിരുന്നു ഇട്ടായിരുന്നത്. അപ്പോൾ അത്രയും ടെമ്പറേച്ചർ വേണ്ട കേട്ടോ. ടെമ്പറേച്ചർ കുറച്ചിടണം കേട്ടോ. ഒരു 160 ഡിഗ്രിയിലാണ് ഞാൻ ഇടുന്നത്. കാരണം ടെമ്പറേച്ചർ കൂട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അത് കരിഞ്ഞു പോകും, ശരിക്കും ഉണങ്ങത്തില്ല. 160 ഡിഗ്രിയിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ടൈം അത് സെയിം തന്നെ, 10 മിനിറ്റ് തന്നെയാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇതുപോലെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് പോസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഒരു ഒരു 2 മിനിറ്റ് കൂടുമ്പം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. അപ്പോൾ എല്ലായിടവും നന്നായിട്ട് ഉണങ്ങിക്കോളും. ഞാനിതുപോലെ ഒരു 3-4 പ്രാവശ്യം ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് കൊടുത്തായിരുന്നേ. അപ്പോൾ ഇതാ 10 മിനിറ്റ് കറക്റ്റായപ്പം ഇതുപോലെ നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് എത്ര പെട്ടെന്നല്ല നമ്മളിത് ഉണങ്ങിയെടുത്ത്. വെറും 10 മിനിറ്റ് മതി എയർ ഫ്രയറിൽ ഏലക്ക ഉണങ്ങാനായിട്ട്. അപ്പോൾ നമുക്ക് വീട്ടാവശ്യത്തിനുള്ള ഏലക്കായേ ഉള്ളൂ കേട്ടോ, കുറച്ച് ഏലക്കായേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ഉണങ്ങിയെടുത്തത്. പിന്നെ മഴയും കൂടിയല്ലേ, നമുക്ക് പുറത്തൊന്നും. പിന്നെ എയർ ഫ്രയറിനെ പറ്റിയുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ലോങ് വീഡിയോസിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഈ ഷോർട്സിൻ്റെ താഴെയായിട്ട് തെളിഞ്ഞു വരും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ, ആ വീഡിയോ കാണാൻ പറ്റും. എയർ ഫ്രയർ കൊണ്ടുള്ള അപകടങ്ങളും ഒക്കെ അതിൽ ഞാനെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എയർ ഫ്രയർ ഉള്ളവരും ഇനി വാങ്ങിക്കാൻ പോകുന്നവരൊക്കെ അതെന്തായാലും ഒന്ന് കണ്ടിരിക്കണം. അപ്പോൾ കണ്ടോ, നമ്മുടെ ഏലക്കായൊക്കെ നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.